ഹായ് ഫ്രണ്ട്സ് ടു കേട്ടോ. ഷോയത്തെ പറഞ്ഞ ഇങ്ങനെ പ്ലേസ് കറങ്ങായിരുന്നു. ഷോയത്തൊക്കെ ഒന്നും മനസ്സിലായില്ലായിരുന്നു. അങ്ങനെ ഷോയത്തിനെ മമ്മീനെ കാണാൻ വേണ്ടി അങ്ങനെ ഓഫീസ്ക്ക് പോയിരുന്നു. ഷോയത്തിന് മമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു. നിങ്ങൾ വന്നോ? ഷോയത്തിന് മമ്മി എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഷോയത്തിനെ നോക്കായിരുന്നു. ഷോയത്തിനെ നോക്കി ലുക്ക് ഇടായിരുന്നു. ഷോയത്തേക്ക് ഒന്നും മനസ്സിലായില്ല. എന്താ മമ്മി ലുക്ക് ഇടുന്നത്? ഇല്ലമ്മ, എനിക്ക് ഒരു 5 ഫ്രണ്ടുണ്ട്. എന്നീ മമ്മി ഇങ്ങനെ പറയാ? ഇല്ലപ്പാ, എൻ്റെ ഒരു ഫ്രണ്ട് നിനക്കൊരാലോചന വന്നിട്ടുണ്ട്. എന്നെ പറയുന്ന ശ്വേതന് വീട് എന്നീ മമ്മി പറയുന്നത് ആലോചന? ഇല്ലമ്മ, എനിക്ക് വന്നിട്ടുണ്ട്. അങ്കിളിൻ്റെ ഫാമിലിയിൽ ഒരാളെ അറിയൂ എന്ന് പറഞ്ഞായിരുന്നു. മമ്മി അതോ എനിക്ക് സെറ്റാവില്ല. ശ്വേത പറയണക്ക് പോവും മമ്മി എന്ന് ശ്വേത ഇടുന്നു പറഞ്ഞ മാരേജ് ഇഷ്ടമില്ലായിരുന്നു. ശ്വേതേൻ്റെ ഡാഡി എപ്പോഴും സപ്പോർട്ടായിരുന്നു, ഗ്രാൻഡ് പേർ സപ്പോർട്ടായിരുന്നു. നന്നായിട്ട് സംസാരിക്കാം, നാളെ പെണ്ണ് കാണാൻ വരാമെന്ന് സംസാരിക്കായിരുന്നു. ഷോയത്ത ഓക്കെ ഫോട്ടോ കണ്ടാൽ ഇന്ന് സംസാരിക്കുക എന്നാൽ ഷോയത്ത ഇവിടുന്ന് മുങ്ങിയായിരുന്നു. ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഷോയത്തൊക്കെ നാളെ ഫോട്ടോ കാട്ടെ ഓക്കെ എന്ന് പറയാമെന്ന് സംസാരിക്കാം. ഷോയത്ത അവിടുന്ന് മുങ്ങിയായിരുന്നു. ഗ്രാൻഡ് പറഞ്ഞു ഇന്ന് പോയിക്കോ, നിൻ്റെ മമ്മി അവിടെ പോയിട്ട് നിന്നെ കൊണ്ടുപോകും, അപ്പോൾ നീ ഇവിടുന്ന് മുങ്ങണം എന്നെ ഗ്രാൻഡ് സപ്പോർട്ട് ചെയ്ത് മണിയെടുത്തു. ഷോയത്ത അവിടുന്ന് മുങ്ങി. ഷോയത്തിൻ്റെ കൂടെ ഫ്രണ്ട്സ് മുങ്ങിയായിരുന്നു. ഷോയത്ത കൊറിയക്ക് പോയി ഇറങ്ങി. വാവ്, ഈ പ്ലേസ് സൂപ്പറായിട്ടുണ്ടല്ലേടി. അതെ അതെ സൂപ്പർ എന്ന് പറഞ്ഞ ശ്വേത അവിടുന്ന് ഫ്രണ്ട് പറയുന്ന വഴി നമുക്ക് ട്രെയിനിങ് എടുക്കാം. എന്തിനാ ട്രെയിനിങ്? ചുമ്മാ ചോക്ക്, ഞാൻ ജിമ്മിക്ക് പോയിട്ട് വരാം എന്ന് ശ്വേതയുടെ ഫ്രണ്ട് റോസ് പറയായിരുന്നു. റോസ് ജിമ്മിക്ക് പോയായിരുന്നു. ഹീറോയിൻ കുറച്ച് ദിവസമായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ട്. അതുകൊണ്ട് ഹീറോയിൻ്റെ പറഞ്ഞ് കുറച്ച് നാളായിരുന്നു. 4 ദിവസം കഴിഞ്ഞായിരുന്നു വന്ന് കൊറിയക്ക് വന്ന് എത്തിയിട്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞ ഹീറോയിൻ എല്ലാം ഉറക്കായിരുന്നു. ശ്വേതയുടെ ഫ്രണ്ട് പൂജം റോസ് 2 പേര് പോയായിരുന്നു. ഹീറോയിൻ എല്ലാം ഉറക്കായിരുന്നു. ട്രെയിനിങ്ങൾക്ക് ജങ്കുക്ക് വന്നു. ജങ്കുക്ക് കണ്ട് 2 പേര് ജൊള്ളിവിടായിരുന്നു. ഇവൻ ഫേമസ് ഐഡൽ നോക്കുമല്ലോ എന്ന് പറഞ്ഞ് ബേബി വന്നായിരുന്നു. ബേബിനെ ക്യൂട്ടായിട്ടുണ്ടല്ലേ, അവർ സ്റ്റൈലായിട്ട് കൊണ്ടു ജങ്കൊക്കെ സ്റ്റൈലായിട്ട് സംസാരിച്ച് വരായിരുന്നു. 2 ഗേൾസ് സൈറ്റ് അടിക്കായിരുന്നു. ക്യൂട്ട് ഹാൻസം ആയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാണ്. ബേബി ഫ്രണ്ട്സിന് പുറകിൽ വന്ന അവർ എന്ത് സംസാരിക്കുന്ന ബേബിക്ക് ഒന്നും മനസ്സിലായില്ല. അതിനായിട്ട് വന്ന് അവരുടെ അടുത്ത് ഫോൺ വെച്ചായിരുന്നു ടേബിളിൽ. അങ്ങനെ അവർ 2 പേരും അവിടെ ട്രെയിനിങ് എടുക്കാൻ പോയായിരുന്നു. ബേബി അവിടെ ഇരുന്ന് കേട്ട ടേബിൾ അവിടെ നിന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് ഫോൺ വെച്ചായിരുന്നു. ഫോൺ റിംഗ് ആയിരുന്നു. ഹീറോയിൻ്റെ വാൾ പേപ്പർ ഫോട്ടോ വന്നായിരുന്നു. അതിൽ ഹീറോ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ആണ് ബേബിക്ക് ക്യൂട്ടായിട്ടുണ്ടല്ലോ. ആരിപ്പോൾ ആ ഫോൺ? അപ്പോൾ ഫോൺ വരായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫോണെന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് വന്ന് ഫോൺ എടുത്തായിരുന്നു. ഫ്രണ്ട് കോൾ ചെയ്തായിരുന്നു. ഇത് ഹീറോയിൻ്റെ ഫ്രണ്ടിന് കുറുകുറു നോക്കും. ബേബി ഹീറോയിൻ്റെ ഫ്രണ്ടിന് റോസിനെ കുറുകുറു നോക്കുമായിരുന്നു. റോസൊക്കെ അയ്യോ ഈ കുട്ടി അത് തന്നെ കുറുകുറു നോക്കുന്നതെന്ന്. റോസ് എങ്ങോട്ട് പോയാൽ റോസിൻ്റെ പുറകിലായിരുന്നു. റോസ് വരുന്ന ടെൻഷനായി. എന്ത് പറ്റി ബേബി? ഇങ്ങനെ ഫോൺ കേട്ടായിരുന്നു. എന്താ ഫോൺ ഓഫ് ചെയ്യണോ? ഓഫ് ചെയ്തു. ഓണാക്കാൻ പറഞ്ഞു. ഓൺ ചെയ്തു. ഇതാരാന്ന് ബേബി കേൾക്കാൻ. ഗേൾ ഇംഗ്ലീഷ് കേട്ടിരുന്നു. ഇതെൻ്റെ ഫ്രണ്ടാ ഷോയത്തെ. അങ്ങനെ ബേബി ഒരു പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എൻ്റെ സിംഗിളാണോ എന്ന് ബേബി കേട്ടത്. സിംഗിളാണപ്പാ, എന്തിനപ്പാ എന്ന് കേട്ടായിരുന്നു. എന്തിനാ നീ എൻ്റെ മമ്മി ചെയ്യാൻ വേണ്ടി കേട്ടതാ എന്ന് ജോക്കിൽ ഹീറോയിൻ്റെ ഫ്രണ്ട് പിന്നെ ഒരു പറയായിരുന്നു. എന്തിനാ നീ കോമഡി പറഞ്ഞത്? അതെ മമ്മി എന്ന് പറഞ്ഞിട്ട് ഇത് 2 റോസൊക്കെ ഷാക്കും പൂജയൊക്കെ ഷാക്കായിരുന്നു. എന്തിനാ ഇവിടെ പറയുന്നത്? എനിക്ക് പോകണോ അടുക്കുമെന്ന് ബേബി പറയായിരുന്നു. എന്തിനാ പോകണമെന്ന് പറഞ്ഞു എന്ന് പറയായിരുന്നു. ജങ്കുക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൂടെ പോവാ പറഞ്ഞു. ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. ആരെ കൂടെ പോകുന്നത്? ജങ്കുക്ക് കൺഫ്യൂസ് ആയിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്കിൾ കൂടെ പോകാമെന്നു. പിന്നെ അതെ ജങ്കുക്കിന് ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബോഡി ഗാർഡ് പോകാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ബോഡി ഗാർഡ് കൂടെ വരുമായിരുന്നു. ബോഡി ഗാർഡ് വന്നായിരുന്നു ഡ്രൈവിങ് ചെയ്യുന്നു. അങ്ങനെ ബോഡി ഗാർക്ക് ഒരു ജ്യൂസ് കൊടുത്തായിരുന്നു. മണ്ടൻ ബോഡി ഗാർഡ് ആ ജ്യൂസ് കൊടുത്ത് ഉറങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ പുറകിൽ ഹീറോയി പോയ പ്ലേസിക്ക് ഹീറോയി വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ തുറന്ന് ഹീറോയിൻ തേടിക്കൊണ്ട് പോയി. ആ റൂമിലാണ് ഉള്ളത്. എന്നാൽ ബേബി ഓടി വന്ന് ഹീറോയിനെ അടുത്ത് നോക്കിയിരുന്നു. ക്യൂട്ടായിട്ടുണ്ടെന്ന് നോക്കായിരുന്നു ബേബി. ഹീറോയി കണ്ണു തുറന്നാണ്. എന്താ ഇത് ക്യൂട്ടായിട്ട് എന്ത് തുറന്ന് നോക്കുമ്പോൾ ഷാക്കായിരുന്നു. എന്ത് ബേബി മമ്മി എന്ന് പറയുന്നത്? ഹീറോയി ഷാക്കായിരുന്നു. എന്ത് മമ്മിയാ എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് റോസ് നോക്കായിരുന്നു. റോസ് ഒന്നുമില്ലടി, ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇല്ലടി മച്ചി, ഞാൻ കോഫി ഉണ്ടാക്കുവാ. ജ്യൂസാ? നിൽക്കടാ. ബേബി ആര്? ഇല്ല മച്ചി, നടന്ന കാര്യം പറഞ്ഞായിരുന്നു. ഏടി ആരൊക്കെടാ അവന് കൊണ്ടുവന്നാവോ? മണി ഇത്രയും ശരി. അങ്ങനെ ബേബി നോക്കി ഇതിനെ കുറച്ച് സംസാരിക്കും. ലേറ്റായി എനിക്ക് പോകണം ആ കാറിനോട്ട്. അങ്ങനെ ആ ഡ്രൈവർ അവിടെ ഡ്രൈവർ പറഞ്ഞ അവിടെ അങ്ങനെ ഡ്രൈവർ ഉള്ള പ്ലേസ് കൊണ്ടായിരുന്നു. ഡ്രൈവർ
കണ്ണ് തുറന്നായിരുന്നു. ആ ബേബി അവിടെ ഇരുന്നോണായിരുന്നു. സോറിപ്പാ അങ്കിൾ, നിങ്ങൾ കുറേ നേരം അങ്കിൾ ഉറങ്ങിയ. സോറിപ്പാ ഞാനും കുറഞ്ഞു പോയി, ഉറക്കതല്ല വന്നതാ എന്ന് പറഞ്ഞു അങ്കിൾ. ശരി ഓക്കെ പറഞ്ഞു. അങ്കിൾ പറയായിരുന്നു, എന്താപ്പാ കുറച്ച് നേരം അങ്കിളിനും കൂടെ അല്ല കറങ്ങിയിട്ടായിട്ട് ടയർഡായത് ബേബി പറഞ്ഞു. അപ്പോൾ കറങ്ങിന എന്താ അങ്കിൾ നിങ്ങൾ എനിക്ക് മെങ്ങി തന്നത് എന്ന് പറയാൻ. എനിക്ക് മറുപ്രാന്തി ജാസ്തി എന്ന് അങ്കിൾ മിണ്ടാതിരുന്നായിരുന്നു. അങ്ങനെ ഡ്രൈവർ കൊണ്ടുപോയി ബേബിനെ കൊണ്ടുണ്ടാക്കിയായിരുന്നു. ബേബി നിറയെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി ഇങ്ങനെ കുറച്ച് നാളായിരുന്നു. പിന്നെ ഇന്ത്യയൊക്കെ പോയായിരുന്നു ഹീറോയി. അങ്ങനെ ബേബിക്കും കുറച്ചൊക്കെ ബേജാറായിരുന്നു. എന്താ ചെയ്യുകയെന്ന് ബേബി ഓർക്കായിരുന്നു. ജങ്കുക്കിനോട് പോയി പറഞ്ഞു. ജങ്കുക്ക് കേട്ടായിരുന്നു. എന്താടാ പറയുന്നത്? പ്ലീസ് ഡാഡി എന്ന് ജങ്കുക്കിന് വയസ്സ് വെക്കായിരുന്നു ജങ്കുക്ക്. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ടോട് സംസാരിച്ച്. അപ്പോൾ ഫ്രണ്ട് പറയുന്നു, ആൻറ്റി റോസ് പറയാം, ആൻറ്റി എനിക്കൊരു ആലോചന വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ആലോചന അല്ല ആൻറ്റി, ചെക്കൻ ഫോറിങ്ങാണ്, കാണാൻ നല്ല സുന്ദരനാണ്, അവളുടെ മാരേജായി ഡിവോഴ്സായിരുന്നു എന്നും ഇങ്ങനെ പറയണേ. ഇല്ല കുട്ടി ക്യൂട്ടായിട്ടുണ്ട്, കുട്ടിക്ക് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കുട്ടി വാശി പിടിക്കുക. അത് മാത്രമല്ല അവർക്കെല്ലാം ഓക്കെയാണ്, ഹീറോയിനെ കണ്ടവിന് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർക്ക് എന്താ ചെയ്യുക ഓർക്കായിരുന്നു. അപ്പോൾ ആൻറ്റി അവന് മാരേജ് കഴിക്കണം, ഇവന് മാരേജ് കഴിച്ചാൽ ഓക്കെ, നല്ല ചെക്കനാണ്, നല്ല കാരിങ് ഹസ്ബൻഡ് ആവും അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ശരി ഓക്കെ ആയിരുന്നു. അങ്ങനെ ജങ്കുക്ക് ഒരു ഫാമിലി വന്നു. ഹീറോയ്ക്ക് ഇന്ത്യ ദിവസം മാരേജ് നടന്നായിരുന്നു. ഇങ്ങനെ കുറച്ച് നാൾ ഇരുന്നായിരുന്നു. ജങ്കുക്ക് ബേബിക്ക് വേണ്ടി മാരേജ് കഴിച്ചു. ജങ്കുക്ക് ഹീറോയിനെ നേരെ ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ കൊറിയൊക്കെ വന്നു. കൊറിയ സൈസ് മാരേജായി ഡേയ്സ് പോകാൻ തുടങ്ങിയാണ്. ജങ്കുക്ക് ഹീറോയിനെ ശ്രദ്ധിക്കാറുണ്ട്. ജങ്കുക്ക് ഹീറോയിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ ഡേയ്സ് നന്നായിട്ട് പോയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹീറോയിൻ ഇങ്ങനെ പാർട്ടിയായിരുന്നു. അങ്ങനെ ഒരു ബോയ്സ് ഹീറോയിനെ അങ്ങനെ ഹീറോയിൻ കൂടെ വന്ന് ഡാൻസ് കളിക്കാൻ ട്രൈ ചെയ്ത്. ഹീറോയിൻ കണ്ടു കഥ പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ ഹീറോയിനെ ടച്ച് ചെയ്യാൻ നോക്കി. ജങ്കുക്ക് ടെൻഷൻ ആയിടാ, എൻ്റെ വൈഫിന്മേൽ കൈ വെക്കുമെന്ന് ജങ്കുക്ക് ഉരുട്ടി വെച്ചായിരുന്നു. അങ്ങനെ സോറി സാർ എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടിപ്പോയിരുന്നു. അങ്ങനെ ആ ഡ്രിങ്ക് കഴിച്ചായിരുന്നു. അതുകൊണ്ട് നേരെ ജങ്കുക്ക് മാസ്ക് ഇട്ടു, അതുകൊണ്ട് അറിഞ്ഞില്ല ആരാണെന്ന്. ജങ്കുക്ക് ഹീറോയോ ഡ്രിങ്ക് എടുത്ത് കുടിച്ചു. ജങ്കുക്ക് അയ്യോ ഇവൾ ഡ്രിങ്ക് എടുത്ത് കുടിച്ചല്ലോ.